നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തുടരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ അത് തുടരട്ടെ എന്നാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിച്ച രാഷ്ട്രീയ കക്ഷികൾക്ക് നേരിയ തിരിച്ചടി അല്ലെങ്കിൽ താൽക്കാലിക തിരിച്ചടി എന്നൊക്കെ ഒരു വിധത്തിൽ വേണമെങ്കിൽ പറയാം. ഒപ്പം ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിന്ന് നിർണായകമായ രണ്ട് നീക്കങ്ങളാണ്. ഒന്ന്, തന്ത്രിമാരെ ചോദ്യം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് എ പത്മകുമാറിനെ SITയുടെ കസ്റ്റഡിയിലേക്ക് നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു. അടുത്ത സ്വർണ്ണക്കവർച്ചയിൽ ആര് കൊടുങ്ങുമെന്ന് 2 ദിവസത്തിനകം എന്തായാലും അറിയാം. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകൾ. കേരളത്തിലെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ഹർജി ഡിസംബർ 2 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഇടപെടണോ എന്ന് അന്ന് തീരുമാനിക്കാമെന്ന് കോടതി. കേരളത്തിലെ SIRൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹർജിയിലെ വസ്തുതകൾ വ്യത്യസ്തമെന്ന് ചീഫ് ജസ്റ്റിസ്. മുനമ്പം ഭൂമിയിൽ കൈവശക്കാർക്ക് കരമൊടുക്കാമെന്ന് ഹൈക്കോടതി. അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം. ഭരണഘടനാ ദിനത്തിൽ തന്നെ ആശ്വാസവിധിയെന്ന മുനമ്പം സമരസമിതി. ശാശ്വത പരിഹാരത്തിന് നിയമ പോരാട്ടം തുടരുമെന്നും സമിതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടെന്ന് തന്ത്രിമാർ. ദേവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ചുമതലയെന്നും മൊഴി. എ പത്മകുമാറിനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ന് 76 വയസ്സ്. പാർലമെന്റ് ഹാളിലെ പ്രത്യേക ചടങ്ങിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പിന്നാക്ക സാഹചര്യത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായത് ഭരണഘടനയുടെ ശക്തി കൊണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവൃത്തിയിലൂടെ ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്താമെന്നും മോദി. ലേബർ കോഡ് സംബന്ധിച്ച നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കരട് നിയമങ്ങളുമായി മുന്നോട്ടു പോകേണ്ടെന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമെടുത്തതെന്ന് മന്ത്രി. ലേബർ കോഡിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. കേരളത്തിൽ ജില്ലാ തലങ്ങളിൽ CITU, INTUC സംഘടനകളുടെ പ്രതിഷേധ സദസ്സ്. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി. ദക്ഷിണാഫ്രിക്കയ്ക്ക് 408 റൺസിന്റെ ജയം. കേരളത്തിലെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ഹർജി ഡിസംബർ 2 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഇടപെടണോ എന്ന് അന്ന് തീരുമാനിക്കാമെന്ന് കോടതി പറഞ്ഞു. കേരളത്തിലെ SIRൽ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹർജിയിലെ വസ്തുതകൾ വ്യത്യസ്തമെന്നാണ് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചത്. എന്തായാലും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹർജിക്കാർ ഇന്ന് ഉന്നയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കേരളത്തിലെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ഹർജി ഇപ്പോൾ ഡിസംബർ 2 സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നു. എന്താണ് സുപ്രീം കോടതിയിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാഹചര്യം? സ്വപ്ന, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജികൾ, കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള ഹർജികൾ SIRമായി ബന്ധപ്പെട്ടത് പരിഗണിച്ചത്. ഇതിൽ തന്നെ തമിഴ്നാട് അതുപോലെ തന്നെ പശ്ചിമബംഗാളിന്റെ ഹർജികൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ബെഞ്ച് വിലയിരുത്തിയത്. മാത്രമല്ല, ഈ ഘട്ടത്തിൽ അക്കാര്യത്തിൽ ഇടപെടുന്നതിന് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമാണ് ഇടപെടാൻ സാധിക്കുക എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റ് ഹർജികൾ പിന്നീട് പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയായിരുന്നു. കേരളത്തിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമെന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ കോടതി വിലയിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കോടതി അക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഡിസംബർ 1 അടുത്ത തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണം. അതിനുശേഷം 2-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 2 തരത്തിൽ, അതായത് സംസ്ഥാനത്ത് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുവെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. അതേസമയം BLOമാരടക്കം വലിയ സമ്മർദ്ദം നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാരും മറ്റു പാർട്ടികളും തന്നെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. ഇപ്പോഴുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം ഇതുവരെ നിലവിൽ നൽകിയിട്ടില്ല എന്നുള്ളത്, അതായത് അത്തരമൊരു ആവശ്യം ഈ ഹർജിക്കാർ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടില്ല. കോടതി അത് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്
പരിശോധിക്കാം എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ഈ ഫോമുകളെല്ലാം തന്നെ 90% വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, 50% ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നടപടിയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഹർജിക്കാർ വ്യക്തമാക്കിയത് ഇപ്പോൾ ഈ ജോലിയുമായി നിൽക്കുന്നവർ പലരും സ്ഥാനാർത്ഥികളാണ്, അതോടൊപ്പം തന്നെ മറ്റ് തിരഞ്ഞെടുപ്പ് ചുമതലകളുണ്ട്. അത്തരം ആളുകളാണ് ഈ ഇത്തരത്തിൽ SIR നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അത് വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കാരണം ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ നീട്ടിവെക്കുക, സമയപരിധി നീട്ടണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഏതായാലും 2-ാം തീയതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സത്യവാങ്മൂലം സംബന്ധിച്ചായിരിക്കും, ആ കാര്യത്തിലായിരിക്കും, അത് പരിശോധിച്ചായിരിക്കും നിർണായക തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. മറ്റ് ഹർജികളെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പശ്ചിമ ബംഗാളിന്റെ സാഹചര്യങ്ങൾ എല്ലാം തന്നെ ഇതിനുശേഷം പരിഗണിക്കാം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിലും ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പശ്ചിമ ബംഗാളിൽ 23 BLOമാർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഹർജിക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരം തൃണമൂൽ കോൺഗ്രസ് ആണ് പ്രധാനമായും സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയത്. തമിഴ്നാട്ടിൽ DMK അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. സംസ്ഥാന സർക്കാർ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിലേക്ക് നൽകിയിട്ടുമില്ല. സ്വപ്ന, കേരളത്തിലെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ഹർജി ഡിസംബർ 2-ന് സുപ്രീം കോടതി പരിഗണിക്കും. ശ്രദ്ധേയമായത് ഈ ഒരു സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം, അല്ലെങ്കിൽ ഇത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം, SIR സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹർജിക്കാർ ഇന്നിപ്പോൾ ഉന്നയിച്ചിട്ടില്ല. എന്തായാലും സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുനമ്പം നിവാസികൾക്ക് താൽക്കാലിക ആശ്വാസം, തർക്കഭൂമിയിൽ കൈവശക്കാർക്ക് കരമൊടുക്കാമെന്ന് ഹൈക്കോടതി. അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം. അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഈ ഒരു അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ കരം സ്വീകരിക്കണം എന്ന, മുനമ്പം നിവാസികളുടെ കരം സ്വീകരിക്കണമെന്ന നിർദ്ദേശം റവന്യൂ വകുപ്പിന് നൽകിയിരിക്കുന്നത്? പിന്നെ നിലവിൽ വഖഫ് ട്രിബ്യൂണലിന്റെ മുന്നിലാണ് ഈ വഖഫ് ഭൂമിയുടെ പ്രശ്നം. ഭൂമിയാണോ, ദാനം കൊടുത്താണോ, വഖഫ് ഭൂമിയാണോ, ഇപ്പോൾ കൈവശക്കാരുടെ ഭൂമിയാണോ, ഇതൊക്കെല്ലാം തീരുമാനം വരേണ്ടതുണ്ട്. അതുവരെ ഇത്രയും കാലം അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് അവരുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിന്റെ ക്രയവിക്രയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈക്കോടതി ഇപ്പോൾ താൽക്കാലികമായി ഇവരോട് കരം സ്വീകരിക്കുക, അതായത് ഇവർ നൽകുന്ന ലാൻഡ് ടാക്സ് സ്വീകരിക്കാൻ ഇപ്പോൾ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാൻ പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും ഇതിനോട് യോജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള പ്രശ്നം തീരുന്നത് വരെ, അല്ല അന്തിമ തീർപ്പ് വരുന്നവരെ, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ആ കോടതിയിൽ അതിന് മുകളിലുള്ള എന്തെങ്കിലും ഉത്തരവ് വരുന്നത് വരെ, നിലവിൽ ഇപ്പോൾ ഈ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് കരം എടുക്കാതിരിക്കേണ്ട, അതുകൊണ്ട് ഇവരുടെ ഭൂമിയുടെ കരം സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്വപ്ന, അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭരണഘടനാ ദിനത്തിൽ തന്നെ ആശ്വാസവിധിയെന്നാണ് മുനമ്പം സമരസമിതി പ്രവർത്തകർ പറയുന്നത്. ഏറെക്കാലമായിട്ടുള്ള പ്രധാന പ്രശ്നം പരിഹരിച്ചു. ശാശ്വത പരിഹാരത്തിന് നിയമ പോരാട്ടം തുടരും. സമരം തുടരുന്നത് കോർ കമ്മിറ്റിയിലെ കൂടിയാലോചനകൾക്ക് ശേഷമെന്നും അവർ വ്യക്തമാക്കി. 2022 ഗവൺമെൻറ് കരമടക്കാനായിട്ട് അനുവാദം തന്നതിനെതിരെ നാസർ മനയിലും അബ്ദുൽ സലാമും കൊടുത്ത കേസിലെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾക്ക് സ്ഥാപിച്ചു തന്നിരുന്നു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയിരുന്നു, സ്റ്റേ കൊടുത്തിരുന്നു. ഇപ്പോൾ ആ സ്റ്റേ മാറി നമുക്ക് ഗവൺമെൻറ്റിന് പൂർണ്ണമായ അധികാരം കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ്റിനോട് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും മുനമ്പം തീരപ്രദേശത്തിലെ റവന്യൂ അവകാശങ്ങൾ കരമടക്കമുള്ള റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള എല്ലാ അനുവാദങ്ങളും കോടതി കൊടുത്തു കഴിഞ്ഞു. അന്തിമ വിധി വരുന്നവരെ, ഇപ്പോൾ ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഒരു വിധി ഉണ്ടാകുന്ന സമയം വരെ, ആ വിധി ഉണ്ടാകുന്ന സമയം വരെ നമ്മൾ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിനുള്ള അനുവാദം ഗവൺമെൻറ്റിന് കൊടുത്തു. ഭൂസംരക്ഷണ സമിതി നടത്തി വന്ന കേസിന് തീർപ്പായിരിക്കുന്നു. അത് ഭരണഘടനാ ദിനമായ ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. 4 വർഷമായി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയാണ്. ഞങ്ങൾ ഓരോ കേസും കോടതിയിൽ വരും, അത് അപ്പീൽ പോവും, അങ്ങനെ പോവും, ഇങ്ങനെ പോവും. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് കരമടക്കാനായിട്ടുള്ള അവകാശങ്ങൾ കിട്ടിയതൊപ്പം തന്നെ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന, ഗവൺമെൻറ്റിനും സർക്കാർ, ഈ കോടതി എല്ലാവിധ ഇത് കൊടുക്കുന്നുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങളും. ബസൂരി വന്ന് മരിച്ച ആൾക്കാരെ കുഴിച്ചിടുന്ന സ്ഥലമായിരുന്നു കടപ്പുറം. അവിടെ ഞങ്ങളുടെ കാരണന്മാർ വന്നു, റോഡ് വന്നു, പാലം വന്ന്, കറണ്ട് വന്ന്, വാട്ടർ വന്ന്, സീ വളമെല്ലാം വന്ന്. ഈ നാസർ മനയിലിനോ വക്കപ്പിനോ അവിടെ യാതൊരു റോളുമില്ല. ഞങ്ങൾ സമരം ചെയ്ത് നേടിയത് കൊണ്ടാണ് സുനാമി വന്നപ്പോൾ
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തി SIT. ശബരിമല തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും മോഹനരുടെയും മൊഴിയാണ് SIT രേഖപ്പെടുത്തിയത്. ഇരുവരും SIT ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത്. ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് ഇരുവരുടെയും മൊഴിയെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്നും സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണെന്നും ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ചുമതലയെന്നുമാണ് അവർ മൊഴി നൽകിയത്. അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്ത്രിമാരുടെ നിർണായക മൊഴിയെടുത്തത്. ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്, എല്ലാവരും അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. അത് ഞാനങ്ങനെ അറിയാനാ? ദൈവതുല്യരാ എത്രയോ പേരുണ്ട്. ശബരിമലയിലെ തന്ത്രിമാർ കുറ്റക്കാരാണെന്ന് കരുതുന്നില്ലെന്ന് K. മുരളീധരൻ. തന്ത്രിമാരെ ചാരി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടെന്നും K. മുരളീധരൻ പ്രതികരിച്ചു. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈന്റും ആരും വന്നിട്ടില്ല. തന്ത്രിമാരെ സംശയത്തിന്റെ നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണ്ണം അടിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. നാളെ വൈകിട്ട് 5 മണിവരെ അന്വേഷണ സംഘം പത്മകുമാറിനെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും സുധീഷ് ചേരുകയാണ്. സുധീഷ്, A. പത്മകുമാർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അടുത്ത കണ്ണിയാര് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ നാളെ വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും സ്വപ്ന, അങ്ങനെയാണ് ദേവസ്വം ഭരണ സംവിധാനത്തിലെ കൂടുതൽ പേർക്ക് ഈ സ്വർണ്ണപ്പാളിയും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഏതായാലും 2 ദിവസത്തെ കസ്റ്റഡിയിലൂടെ പത്മകുമാറിൽ നിന്നും ചോദിച്ചറിയേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ വ്യക്തത വരുത്തിയാൽ അന്വേഷണ സംഘം ഒരു പുതിയ ഘട്ടത്തിലേക്ക് തന്നെ കടക്കുമെന്ന് വേണം കരുതാൻ. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഈ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ചിരുന്ന സമയം ഏകദേശം പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നിർണായകമായ കസ്റ്റഡി വാങ്ങൽ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്മകുമാറിൽ നിന്നും ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അത് ഈ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധമുള്ള ഉന്നതരിലേക്കോ അല്ലെങ്കിൽ ഈ ദേവസ്വം ഭരണ സംവിധാന രംഗത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ദേവസ്വം ഭരണ സംവിധാനത്തിലുള്ള മുതിർന്ന CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം തന്നെയാണ് ഈ കസ്റ്റഡി വാങ്ങലിനും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിനും പിന്നിലുള്ളത്. ഏതായാലും കസ്റ്റഡി അപേക്ഷ വിജിലൻസ് കോടതി അംഗീകരിക്കുകയും തുടർന്ന് നാളെ വൈകിട്ട് 5 മണിവരെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുമാണ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം വാങ്ങിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് പ്രത്യേക സ്ഥലത്ത് വെച്ചായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാവുക. ഈ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കൂടുതൽ ബന്ധം, അദ്ദേഹത്തിന് പത്മകുമാറിനുള്ള കൂടുതൽ ബന്ധം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചോദ്യാവലിയാണ് അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇദ്ദേഹത്തിനുള്ള ഒരു ബന്ധത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടായിരിക്കും അന്വേഷണ സംഘം ഒരു പുതിയ ഘട്ടത്തിലേക്ക് നടക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു കസ്റ്റഡി വാങ്ങലിനോടുകൂടി കുറച്ചുകൂടി വ്യക്തമായ തരത്തിൽ അന്വേഷണ സംഘം കൂടുതൽ ഉന്നതരിലേക്ക്, ദേവസ്വം ഭരണ സംവിധാനത്തിന്റെ ഉൾപ്പെടെ കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നാളെ വൈകിട്ട് 5 മണി വരെ സ്വർണ്ണക്കവർച്ച കേസ് പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്തതോടുകൂടി. ലേബർ കോഡുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കേന്ദ്ര സർക്കാർ റീജിയണൽ മീറ്റിംഗുകൾ നടത്തി. അതിൽ സംസ്ഥാന ലേബർ സെക്രട്ടറിമാരെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുകയും കരട് നിയമങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേപ്പറ്റി ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ ചർച്ചയും ചെയ്തു. നിയമങ്ങളുമായി മുന്നോട്ട് പോകേണ്ട എന്ന് തീരുമാനിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി. ലേബർ കോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. 29 ലേബർ കോഡുകളെ 4 കോഡുകളാക്കി മാറ്റി. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏകവിഷയമായിട്ടുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡുകൾക്കെതിരെ തൊഴിലാളി സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ റാലികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്.
തൊഴിൽ മേഖലയിൽ സമഗ്ര മാറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ തൊഴിൽ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയത്. നിലവിലുണ്ടായിരുന്ന 29 നിയമങ്ങൾക്ക് പകരമായാണ് 4 പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നത്. നിയമങ്ങൾ വേതന കോഡ്, വ്യവസായ ബന്ധ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ്, തൊഴിൽ കോഡ് എന്നിങ്ങനെ 4 കോഡുകളാക്കി മാറ്റി. ഇതിനെതിരായാണ് തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപക പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. BMS ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ചട്ടങ്ങൾ പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ ലേബർ കോഡിന്റെ പകർപ്പ് കത്തിച്ച് സംയുക്ത കിസാൻ മോർച്ച ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. സ്ത്രീകൾക്കും പുരുഷനും തുല്യവേതനം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന വേതന ചട്ടങ്ങളിൽ കാര്യമായ എതിർപ്പ് തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്നില്ല. എതിർപ്പ് കൂടുതലും വ്യവസായ ബന്ധ ചട്ടങ്ങളോടാണ്. ജീവനക്കാരിൽ കുറഞ്ഞത് 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ. തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട്. സമരം തുടങ്ങാൻ 14 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ലംഘിക്കുന്നവർക്ക് പിഴയും 1 മാസം തടവ് തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട്. ഇതാണ് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. സുരക്ഷാ ചട്ടങ്ങളിൽ തൊഴിൽ സുരക്ഷിതത്വവും ചികിത്സാ ആനുകൂല്യങ്ങളുമാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിർപ്പറിയിച്ചതോടെയാണ് മുൻപ് പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കാതിരുന്നത്. പുതിയ ചട്ടങ്ങൾ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വലിയ തരത്തിൽ ഗുണകരമാകുമെന്നും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കോഴിക്കോട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ലേബർ കോഡിനെതിരെയുള്ള പ്രതിഷേധ സംഗമങ്ങളിൽ BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്തു. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധ സദസ്സ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി സംഘടനകളോട് ആലോചിക്കാതെയാണ് നരേന്ദ്രമോദി പുതിയ നിയമമുണ്ടാക്കിയതെന്ന് എളമരം കരീം പറഞ്ഞു. മുതലാളിമാർക്ക് അനുകൂലമായ നിയമമാണ് ഉണ്ടാക്കിയത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൊഴിലാളി യൂണിയനുകളല്ല ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതെന്ന് BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ. BMS സമരം ചെയ്താലും ലേബർ കോഡ് ജനങ്ങൾ സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ഭരണഘടനാ ദിനത്തിൽ പാർലമെന്റിൽ പ്രൗഢ ഗംഭീര ചടങ്ങുകൾ. വ്യക്തിസ്വാതന്ത്ര്യവും തുല്യതയും പുലരണമെന്ന് ഭരണഘടനാ ശില്പികൾ നിർദ്ദേശിച്ചുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, സ്പീക്കർ ഓം ബിർള, മറ്റു പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നാക്ക സാഹചര്യത്തിൽ നിന്ന് താൻ പ്രധാനമന്ത്രിയായത് ഭരണഘടനയുടെ ശക്തി കൊണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രവൃത്തിയിലൂടെ ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്താമെന്നും തുല്യതയും അന്തസ്സും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന നിർദ്ദേശങ്ങൾ നിറവേറ്റപ്പെടട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014 പടിക്കെട്ടുകളെ നമിച്ച് പാർലമെന്റിൽ പ്രവേശിച്ചത് ഓർത്തുപോയെന്നും മോദി കൂട്ടിച്ചേർത്തു. ഭരണഘടനാ ദിനത്തിൽ എക്സിലൂടെയാണ് മോദിയുടെ പരാമർശങ്ങൾ. മലയാളം, മറാഠി, നേപ്പാളി, പഞ്ചാബി, ബോഡോ, കശ്മീരി, തെലുഗു, ഒഡിയ, അസമീസ് എന്നീ 9 ഭാഷകളിലുള്ള ഭരണഘടനാ പരിഭാഷ പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ദിനാചരണ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. संविधान दिवस के ऐतिहासिक अवसर पर आप सबके बीच आकर मुझे हार्दिक प्रसन्नता हो रही है। आज ही के दिन 24 नवंबर 1949 को संविधान सदन के इसी के केंद्रीय कक्ष में संविधान 3 വർഷവും 9 മാസവും പിന്നിട്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാന സാധ്യതകൾ തെളിയുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 28 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉടമ്പടി യുക്രൈൻ അംഗീകരിച്ചുവെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. എന്നാൽ സമാധാന പദ്ധതിയെക്കുറിച്ച് ക്രെംലിൻ ഇനിയും പ്രതികരിച്ചിട്ടില്ല. ജനീവയിൽ നടന്ന സജീവ ചർച്ചകൾക്ക് പിന്നാലെയാണ് സമാധാന പദ്ധതിയിൽ പൊതുധാരണയിലെത്തിയെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ തയ്യാറെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ വെളിപ്പെടുത്തിയത്. തന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് മോസ്കോയിൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സൈനിക സെക്രട്ടറി ഡാൻഡ്രിസ് കോൾ സെലൻസ്കിയുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് പോസ്റ്റ് ചെയ്തു. ഉടമ്പടി അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായും താൻ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. In 9 months, and we're working on that final war. It's not easy, but I don't know. I think we're going to get there. 25,000 soldiers, Ukraine, Russia. In the last month, 25,000 soldiers have died. So I think we're getting very close to a deal. We'll find out. I thought that one would have been. അതേസമയം സമാധാന ഉടമ്പടിയെക്കുറിച്ച് ഇതുവരെ റഷ്യയുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നാണ് ക്രെംലിൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ജനീവ ചർച്ചകളിൽ ഒരാഴ്ച മുൻപ് രൂപപ്പെട്ട കരടിലെ ഭേദഗതികളിൽ ക്രെംലിൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അബുദാബിയിൽ നടന്ന ചർച്ചകളിൽ റഷ്യയുടെ ആശങ്കകൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കുറ്റപ്പെടുത്തി. യൂറോപ്പ് US സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനുള്ള സുരക്ഷാ ഉറപ്പ്, യുക്രൈന്റെ നാറ്റോ പ്രവേശനം, സംഘർഷ മേഖലകളുടെ നിയന്ത്രണം തുടങ്ങി യാഥാർത്ഥ്യവും ആഴത്തിലുള്ളതുമായ വിഷയങ്ങളിൽ ഇനിയും ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്ന സൂചനയുമുണ്ട്. റഷ്യ പിടിച്ചെടുത്ത ഡൊണേറ്റ്സ്ക്, ലുഹാൻസ് മേഖലകൾ ഉൾപ്പെടുന്ന കിഴക്കൻ ഡോൺബാസിൽ നിന്ന് യുക്രൈൻ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്ന സുപ്രധാന ആവശ്യമാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. നയതന്ത്ര നീക്കങ്ങൾ സജീവമായി നടക്കുമ്പോഴും യുക്രൈനിലെ സാപ്പോറിഷ്യ ലക്ഷ്യമിട്ട് റഷ്യൻ സൈന്യം വ്യോമാക്രമണങ്ങൾ തുടരുന്നത് സംഘർഷത്തിന്റെ തീവ്രത കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാന ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തരുടെ പ്രവാഹം തുടരുകയാണ്. ഇതുവരെ 45,000-ഓളം ഭക്തരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത്. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗിന് ഇന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മരക്കൂട്ടം വരെ അയ്യപ്പ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മരക്കൂട്ടത്ത് നിന്നും ഉൾപ്പെടെ അയ്യപ്പ ഭക്തരെ ക്യൂ ആയി ബ്ലോക്കുകളായി കടത്തിവിട്ടുകൊണ്ടാണ് ദർശനത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഇത് പമ്പയിൽ നിന്നുൾപ്പെടെ അയ്യപ്പ ഭക്തരെ ബ്ലോക്കായാണ് കടത്തിവിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തിനായാലും മണിക്കൂറുകളോളം അയ്യപ്പ ഭക്തർക്ക് ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നത്. നിലവിൽ 6 മണിക്കൂറിലധികം അയ്യപ്പ ഭക്തർ ക്യൂ നിന്നാണ് ദർശനം നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇതേ രീതിയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നു എന്നാണ്. ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 95,000-ഓളം അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇന്നും ഒരു പക്ഷേ 1,00,000-നടുത്ത് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. വലിയൊരു തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് കൂടാതെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം നിയന്ത്രിച്ചാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി തന്നെ നിജപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. കാരണം അത്ര കണ്ട അയ്യപ്പ ഭക്തരുടെ തിരക്ക് സന്നിധാനത്തും ഒപ്പം തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിലും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. എന്തുതന്നെയായാലും ശക്തമായ തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അയ്യപ്പ ഭക്തർ ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അത്തരത്തിൽ ബ്ലോക്കുകളായി നിർത്തിക്കൊണ്ടാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. തിരക്ക് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ്. സന്നിധാനത്തേക്ക് നിന്നും ഇറങ്ങുന്ന അയ്യപ്പ ഭക്തരുടെ കണക്കനുസരിച്ച് കൊണ്ടാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ അത് തന്നെ തുടരുകയും ചെയ്യും. കാരണം ശക്തമായ തിരക്കാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരുടേതായി ഉള്ളത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ കൗതുകമുണർത്തി കപ്പിൾ കാൻഡിഡേറ്റ്സ്. തീരുമാനംകുന്ന് കളരിക്കൽ വീട്ടിൽ സത്യനും ഭാര്യ ജിജിയുമാണ് ഒരേ പഞ്ചായത്തിലെ NDA സ്ഥാനാർത്ഥികൾ. സത്യൻ 11-ാം വാർഡിലും ജിജി 3-ാം വാർഡിലുമാണ് മത്സരിക്കുന്നത്. ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒരുമിച്ച് അവണൂർ പഞ്ചായത്തിലെ ദമ്പതികളായ NDA സ്ഥാനാർത്ഥികൾ ശ്രദ്ധേയരാവുകയാണ്. 11-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് TP സത്യൻ. ഭാര്യ ജിജി സത്യൻ 3-ാം വാർഡിലെയും. ജീവിതത്തിൽ വിജയം നേടിയ പോലെ തിരഞ്ഞെടുപ്പിലും തുല്യ വിജയം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് സത്യനും ജിജിയും. എല്ലാവർക്കും നമ്മളെ രണ്ടാളും കാണുമ്പോൾ ഒരു കൗതുകമാണ്. ഒരു വീട്ടിൽ നിന്ന് വരുന്നതായ കാരണം നല്ല സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വിജയം സാധിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. എവരി സക്സസ്ഫുൾ വുമൻ്റെ ബാക്കിൽ എപ്പോഴും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ തന്നെ തിരിച്ചും ആ രീതിയിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത്. കുടുംബജീവിതത്തിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സജീവമാവുകയാണ് ഇരുവരും ഒരുമിച്ചിറങ്ങി അവരുടേതായ സ്ഥലങ്ങളിലേക്ക് എത്തിയുള്ള പ്രചരണം. പിന്നീട് വൈകിട്ട് വീട്ടിലേക്ക് ഒന്നിച്ചുള്ള മടക്കം. ഒരുമിച്ചുള്ള പ്രചരണം നാട്ടുകാരിലും സഹസ്ഥാനാർത്ഥികളിലും കൗതുകമുണർത്തുകയാണ്. ഏത് സമയത്ത് എപ്പോൾ ആര് വിളിച്ചാലും ഓടി വരാനും അതേ സമയം നോക്കാതെ ഓടി വന്ന് കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യാൻ പറ്റാവുന്ന ഒരു വ്യക്തികളാണ് അവർ. അതിപ്പോൾ ഒരു ചേച്ചിനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയാണ് എന്നുള്ളൊരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പലതും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. ഇരുവരുടെയും കുടുംബത്തിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ട്. ഓരോ വീടുകളും കയറി പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ദമ്പതികൾ. അമൃത ന്യൂസ്, തൃശൂർ.
കാസർഗോഡ് റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. 2016 പോക്സോ കേസിൽ ഈ മാസമാണ് ഇയാൾ അറസ്റ്റിലായത്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു മുബഷീർ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി. ദക്ഷിണാഫ്രിക്കയ്ക്ക് 408 റൺസിന്റെ ജയം. പരമ്പര 2-0 ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കി. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവിയാണ് ഇത്. 25 വർഷത്തിനു ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര കളിക്കുന്നത്. 4ാം ഇന്നിംഗ്സിൽ 549 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് 140 റൺസിന് അവസാനിച്ചു. 54 റൺസെടുത്ത രവീന്ദ്ര ജഡേജ മാത്രമാണ് അല്പമെങ്കിലും പൊരുതാൻ ശ്രമിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി സിമൻ ഹാമ 6 വിക്കറ്റ് വീഴ്ത്തി. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.